നമസ്കാരം. ഒരു കാലഘട്ടത്തിൻ്റെ ഹൃദയമിടിപ്പായ ഒരു തലമുറയുടെ ആത്മാവായി മാറിയ ബുള്ളറ്റിനെ പോലൊരു ബൈക്ക് മറ്റൊന്നുണ്ടാകുമോ എന്നത് സംശയമാണ്. ഇന്ത്യയിലെ ഓരോ റോഡിലും ഓരോ മനസ്സിലും ഒരുപോലെ ആവശ്യം നിറച്ച ഈ ഇരുചക്ര വാഹനം വെറുമൊരു വണ്ടിയല്ല, അതൊരു വികാരമാണ്, ഒരു യാത്രയാണ്, ഒരു ജീവിത ശൈലിയാണ്. എവിടെ നിന്നാണ് ഈ ഐതിഹാസിക ബൈക്കിൻ്റെ കഥ ആരംഭിക്കുന്നത്? ബ്രിട്ടീഷ് മണ്ണിൽ പിറന്ന് ഇന്ത്യൻ മണ്ണിൽ ഇതിഹാസമായി മാറിയ ബുള്ളറ്റിന്റെ ചരിത്രത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം. 1901 ഇംഗ്ലണ്ടിലെ റെഡിച്ച് നഗരത്തിൽ നിന്നാണ് റോയൽ എൻഫീൽഡ് കമ്പനിയുടെ യാത്ര ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ സൈക്കിളുകളും മോട്ടോർ സൈക്കിളുകളും നിർമ്മിച്ചിരുന്ന ഈ കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും ഈടുറപ്പും കൊണ്ട് ലോകശ്രദ്ധ നേടി. കമ്പനിയുടെ രാജകീയ പൈതൃകം വിളിച്ചോതുന്ന റോയൽ എന്ന പേര് ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് നൽകിയ അംഗീകാരമായിരുന്നു. 1932 ലണ്ടനിലെ ഒരു മോട്ടോർ സൈക്കിൾ ഷോയിലാണ് ബുള്ളറ്റ് എന്ന പേര് ആദ്യമായി ഉപയോഗിക്കുന്നത്. ആദ്യ ബുള്ളറ്റ് മോഡൽ 350cc 500cc എഞ്ചിനുകളോടെ പുറത്തിറങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട വാഹനങ്ങളിൽ ഒന്നായി ഇത് മാറി. ഇത് ബുള്ളറ്റിന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് അതിർത്തി സംരക്ഷണം ശക്തമാക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനായി വിശ്വസിക്കാവുന്നതും അതികഠിനമായ ഭൂപ്രകൃതിയിൽ പോലും ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായിരുന്നു. അപ്പോഴാണ് ബുള്ളറ്റ് എന്ന ഓപ്ഷൻ മുന്നോട്ട് വരുന്നത്. 1955 350cc ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുകൾ വാങ്ങുവാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ 500 ബൈക്കുകളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. പിന്നീട് ആവശ്യകത കൂടിയപ്പോൾ ഈ ബൈക്കുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1955 തന്നെ മദ്രാസിൽ ബ്രിട്ടീഷ് കമ്പനിയുമായി സഹകരിച്ച് എൻഫീൽഡ് ഇന്ത്യ എന്ന പേരിൽ ഫാക്ടറി ആരംഭിച്ചു. 1962 ആയപ്പോഴേക്കും ബുള്ളറ്റിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ തുടങ്ങി. 1970കളിൽ ബ്രിട്ടനിലെ റോയൽ എൻഫീൽഡ് കമ്പനി അടച്ചുപൂട്ടിയപ്പോൾ ഇന്ത്യയിലെ ഫാക്ടറിയിലൂടെ ഈ ഐതിഹാസിക ബൈക്ക് തങ്ങളുടെ യാത്ര തുടർന്നു. കാലം മുന്നോട്ട് പോകുന്തോറും ബുള്ളറ്റ് വെറുമൊരു വാഹനമല്ലാതെയായി മാറി. പോലീസുകാരുടെയും സൈനികരുടെയും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി ഇത് മാറി. ഒപ്പം ഇന്ത്യൻ യുവാക്കളുടെ സ്വാതന്ത്ര്യത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ബുള്ളറ്റ് മാറി. ഇതിന്റെ ഉയർന്ന ശബ്ദം, ഉറച്ച എഞ്ചിൻ, വിന്റേജ് രൂപകൽപ്പന എന്നിവ ഇതിനെ മറ്റു ബൈക്കുകളിൽ നിന്ന് വേർതിരിച്ചു നിർത്തി. കാലം മാറിയപ്പോൾ ബുള്ളറ്റിന്റെ എഞ്ചിനുകൾക്കും മാറ്റങ്ങൾ വന്നു. കാസ്റ്റ് അയൺ എഞ്ചിനിൽ നിന്ന് യൂണിവേഴ്സൽ കമ്പോണന്റ് എഞ്ചിനിലേക്ക് എത്തിയപ്പോൾ ബുള്ളറ്റ് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ റോയൽ എൻഫീൽഡ് വലിയൊരു മാറ്റത്തിന് വിധേയമായി. ക്ലാസിക് 350, മെറ്റിയോർ, ഹിമാലയൻ, ഇന്റർസെപ്റ്റർ, കോണ്ടിനെന്റൽ GT തുടങ്ങിയ പുതിയ മോഡലുകൾ അവതരിപ്പിച്ചപ്പോഴും ബുള്ളറ്റ് എന്ന ഇതിഹാസ മോഡൽ തങ്ങളുടെ പ്രതാപം നിലനിർത്തി. പുതിയ തലമുറയുടെ ഇഷ്ടവാഹനമായി ബുള്ളറ്റ് ഇന്നും നിലനിൽക്കുന്നു. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ബൈക്കിന്റെ ചരിത്രം വെറുമൊരു യന്ത്രത്തിന്റെ കഥയല്ല, മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഓരോ സംസ്കാരത്തെയും സ്വാധീനിച്ച് ഒടുവിൽ ഇന്ത്യയുടെ സ്വന്തം ഹൃദയമിടിപ്പായി മാറിയ ഒരു യഥാർത്ഥ കഥയാണ്. ബുള്ളറ്റിൽ ഇരമ്പുന്നത് ഒരു ബൈക്കിന്റെ എഞ്ചിനല്ല, അത് തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു വികാരത്തിന്റെ ശബ്ദമാണ്. വെബ് ഡെസ്ക് തത്വമയി TV.